വിശിഷ്ട വ്യക്തികൾ. പറയാതിരിക്കുന്നതാണ് നല്ലത്. ഓരോ സബ്ജക്റ്റിനും പ്രത്യേകം സംസാരിക്കാനൊക്കെ വളരെ വൈദഗ്ധ്യമുള്ള ആളുകൾ വേദിയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. എൻ്റെ ഉദ്ഘാടന പ്രസംഗം ആ നോയിസൻസ് ഒന്ന് കഴിഞ്ഞാൽ, അതായത് നമുക്കറിയാം, ഞാൻ സംഘാടകരോട് പറഞ്ഞിരുന്നു സമയമില്ല, ഞാൻ വന്നിട്ട് ഈ വിശിഷ്ട വ്യക്തികളൊക്കെ മിസ്റ്റർ ആകാർ പട്ടേൽ ഈസ് വെയിറ്റിംഗ് ടു സ്പീക്ക് ഓൺ ഓഡിറ്റ് ഇൻ ദി ഹ്യൂമൻ റൈറ്റ്സ് ഡിഫൈസ് ഓഫ് ഇന്ത്യ. റൈറ്റ് സബ്ജക്റ്റ്, റൈറ്റ് പേഴ്സൺ, ആൻഡ് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ ഗുഡ് സ്പീച്ച്. അതുപോലെ തന്നെ നല്ല നല്ല സബ്ജക്റ്റുകൾ, കോൺസ്റ്റിറ്റ്യൂഷൻ വയലേഷൻസ്, ദി കേരള സിനാരിയോ, അതിനെക്കുറിച്ച് ഇവിടെ സംസാരങ്ങളുണ്ട്. സമുദായനുണ്ട്, അതുപോലെ തന്നെ ശബരിനാഥുണ്ട്, നമ്മുടെ CHRൻ്റെ സമുന്നതരായ ഭാരവാഹികളൊക്കെ ഉണ്ട്. സുബൈർ ഇവിടെ അത് പറയുകയുണ്ടായി, ബഷീർ പറയുകയുണ്ടായി. അവർക്കൊക്കെയുള്ള സമയം തന്നെ ഇവിടെ കഷ്ടിയാവുമ്പോൾ ഇനോഗ്രേഷൻ എന്നുള്ളത് ഒരു ഫോർമാലിറ്റി മാത്രമാണ്. സബ്ജക്റ്റിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. അതാണ് ഞാൻ നോയിസൻസ് അവസാനിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളെ പടി തുടങ്ങാമല്ലോ എന്ന് പറയാനുണ്ടായ കാരണം. CHRൻ്റെ പ്രവർത്തനങ്ങൾ കുറച്ചു കാലമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. വളരെ അധികം നന്നായി പോകുന്നുണ്ട്. വളരെ സന്തോഷമുണ്ട് അത് കാണുന്നതിൽ. എല്ലാവരും ഇടയ്ക്ക് വന്ന് ബ്രീഫ് ചെയ്യാറുണ്ട്. ഇവിടെ അതിൻ്റെ പ്രവർത്തനം വളരെ ചരിത്രപരമായ ഒരു ദൗത്യം തന്നെയാണ്, സംശയമില്ല. നമുക്ക് അറിയാവുന്ന പോലെ CH മുഹമ്മദ് കോയ സാഹിബ് കാണിച്ചു തന്ന ഒരു പാന്താവിലൂടെ സഞ്ചരിച്ചത് കൊണ്ടാണ് പൊതുസമൂഹത്തിൽ വളരെയധികം ആക്സെപ്റ്റൻസ് കിട്ടി. അതത് കാലത്തുള്ള വെല്ലുവിളികളെ ഈ നാട്ടിൽ നേരിടാനും അതുപോലെ തന്നെ സമൂഹത്തിന് ഇത്ര വലിയ ഒരു സമുദ്ധാരണം, അതുപോലെ തന്നെ ഈ ആധുനിക കേരളത്തിൻ്റെ, ഒരു പക്ഷേ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ഇന്ത്യയിൽ മുഴുവൻ അതിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ട്. പ്രത്യേകിച്ച് ഈ കേരളത്തിൽ അങ്ങനെ ഒരു സമൂഹത്തെ പടുത്തുയർത്താനും ഈ ഇന്നത്തെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ വയലേഷൻ്റെ കാലത്ത് ഇപ്പോഴും ആ പൊതുസമൂഹത്തിൽ ആക്സെപ്റ്റൻസോടുകൂടി നിന്നു പോകാനും നമുക്ക് കഴിയുന്നത്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞത് വളരെ ശ്രദ്ധിച്ചുള്ള പ്രസംഗങ്ങൾ, വളരെ ശ്രദ്ധിച്ചുള്ള മൂവ്മെൻറ്റ്സ്, വളരെ ശ്രദ്ധിച്ചുള്ള CHൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഡിസിഷൻസ് ഒക്കെ എല്ലാം വളരെ പൊതുസമൂഹത്തെ കണ്ണിൽ കണ്ടുകൊണ്ടായിരുന്നു. കോഴിക്കോട് യൂണിവേഴ്സിറ്റി നമുക്കറിയാം ഇവിടെ സമയത്തിന് സ്ഥാപിച്ചു. കോഴിക്കോട് യൂണിവേഴ്സിറ്റിക്ക് ഒരു വൈസ് ചാൻസലറെ അക്കാലത്ത് തുടക്കത്തിൽ നോക്കിയപ്പോൾ CH പറഞ്ഞൊരു വാചകമുണ്ട്. അത് അതേപടി ഇന്ന് പറയാൻ കൊള്ളൂല, ഞാൻ പറയുന്നില്ല. ഒരുപാട് സമ്മർദ്ദം വന്നപ്പോൾ CH പറഞ്ഞു, ഞാൻ കോഴിക്കോട് യൂണിവേഴ്സിറ്റിക്ക് ഒരു വൈസ് ചാൻസലറെയാണ് നോക്കുന്നത്, അല്ലാതെ നിങ്ങൾ പറഞ്ഞ ആളാണെങ്കിൽ അതിന് പറ്റിയ സ്ഥലം വേറെ ഉണ്ട്, അവിടെ നമുക്ക് കൊടുക്കാം. ഇതിന് ഞാനൊരു വൈസ് ചാൻസലറെയാണ് നോക്കുന്നത് എന്ന് ഓർമ്മിപ്പിച്ചതുണ്ട്. അതിൻ്റെ എന്താണ് CH ഉപയോഗിച്ച വാക്ക് എന്നുള്ളത് ചിലപ്പോൾ സമുദായർക്ക് അറിയായിരിക്കും. കാരണം അത്ര സമ്മർദ്ദങ്ങളെ തടുത്തു നിർത്തി അഡ്മിനിസ്ട്രേറ്റീവ് ഡിസിഷൻസൊക്കെ. അവിടെ ഒരു അക്കാഡമിഷ്യനെയാണ്, ഒരു വിദഗ്ധനെയാണ്, അതുപോലെ തന്നെ നല്ലൊരു സെക്കുലർ ആളെയാണ്, ക്വാളിഫൈഡ് ആളെയാണ്, ഡോക്ടറേറ്റും ബാക്കിയുള്ളതൊക്കെ ഉള്ള ഒരാളെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. സമ്മർദ്ദം ഇതൊന്നുമില്ലാത്ത രാഷ്ട്രീയമായി ഗുണമുള്ള, അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങൾക്ക് വേണ്ടി CH വഴങ്ങി കൊടുത്തില്ല. അത്തരത്തിലുള്ള തീരുമാനങ്ങളും അതുപോലെ തന്നെ പ്രസംഗങ്ങൾ, ഓരോ വാചകം ഇന്ന് CHൻ്റെ നമ്മളെടുത്ത് നോക്കുകയാണെങ്കിലും ശരി, ഇപ്പൊക്ക് വേണ്ടി അന്ന് പറഞ്ഞതാണെന്ന് തോന്നും, ഇപ്പോഴത്തെ കാലത്തിന് വേണ്ടി അന്ന് പറഞ്ഞതാണെന്ന് തോന്നും. അതുകൊണ്ടാണ് എല്ലാവർക്കും ഇപ്പോഴും അതൊക്കെ കോട്ട് ചെയ്യാൻ തോന്നുന്നത്. അതിന് CHനെ വിമർശിച്ചവരുണ്ട്, വിമർശിച്ച് തെറ്റിപ്പോയവരുണ്ട്, അതുപോലെ തന്നെ CHനെ ഭയങ്കരമായിട്ട് അന്ന് അറ്റാക്ക് ചെയ്തവരുണ്ട്, ഒറ്റപ്പെടുത്താൻ നോക്കിയവരുണ്ട്, വഴങ്ങിക്കൊടുത്തിട്ടില്ല. അത് തന്നെയായിരുന്നു CHൻ്റെ കാലഘട്ടത്തിൽ CHൻ്റെ പ്രസ്ഥാനത്തിൻ്റെ ലീഡേഴ്സിൻ്റെ മുഴുവൻ ആറ്റിറ്റ്യൂഡ്. അതുകൊണ്ടാണ് അത് എന്നത്തേക്കുള്ളതായി മാറിയത്.
ഇന്ന് നമുക്കത് കോട്ട് ചെയ്ത് ഈ പൊതുസമൂഹത്തിൽ ഇത്തരം വിപരീതമായ ഒരു കാലത്ത് BJP ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ മറ്റു ചില കേന്ദ്ര ഗവൺമെൻറ് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ മറ്റു പല പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ കോൺസ്റ്റിറ്റ്യൂഷണൽ വയലേഷനും അതുപോലെ ബാക്കി കാര്യങ്ങളും ഒക്കെ വരുമ്പോഴും CHൻ്റെ അന്നത്തെ പ്രവർത്തനത്തിൻ്റെ അടിത്തറ, ആ ഫൗണ്ടേഷൻ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ടാണ്. ശ്രീ ശബരിനാഥൊക്കെ ഇവിടെ ഉണ്ട്, അദ്ദേഹത്തിൻ്റെ സബ്ജക്റ്റ് ഉണ്ട്, അതുപോലെ നമ്മുടെ പട്ടേലുണ്ട്, അവരൊക്കെ സംസാരിക്കട്ടെ. ഒരു കാര്യം ഉറപ്പാണ്, ചരിത്രം പുറത്തേക്ക് കൊണ്ടുവരാനും അതുപോലെ തന്നെ കൊണ്ടുവന്ന ചരിത്രത്തിൻ്റെ പുറത്ത് ഭാവിയെ കരുപിടിപ്പിക്കാനും CHൻ്റെ പ്രവർത്തനം ഉതകും. അതിനെല്ലാവിധ സപ്പോർട്ടും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും. ഇപ്പം തന്നെ എനിക്ക് സമയം ആയിട്ടുണ്ട്, വാച്ച് നോക്കി ഈ വന്ദേ ഭാരതാണ്, അതിനൊരു സൂക്കുണ്ട്, അതങ്ങ് പോകും. അപ്പോൾ അതുകൊണ്ട് അതിന് മുമ്പ് സ്റ്റേഷനിലെത്തൽ നിർബന്ധമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വേദി വളരെ പ്രഗത്ഭരായ ഈ പ്രാസംഗികർക്ക് വേണ്ടി വിട്ടുകൊടുത്തുകൊണ്ട് ഇന്നത്തെ ഈ സെമിനാറിൻ്റെ ഈ സെഷൻ ഇവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി. ജയ് ഹിന്ദ്.